ഒരു മരത്തിൽ ഒരു പുഴു പാർത്തിരുന്നു. അവൻ്റെ പ്രധാന വിനോദം അവൻ നടക്കുന്നത് പോലെ എല്ലാവരെയും അളക്കുക എന്നതാണ്. പുഴുവിൻ്റെ നടത്തം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നടക്കുന്ന എല്ലാ ഭാഗവും അളന്നളന്നാണ് അത് നടക്കുക. അപ്പോൾ ആരെ കണ്ടാലും പുഴു അളക്കും. അങ്ങനെ ഒരു ദിവസം അവൻ പാർത്തിരുന്ന മരത്തിൽ അകലെ നിന്നെങ്ങോ ഒരു വാനമ്പാടി വന്നു. ഈ വാനമ്പാടി വന്ന് കണ്ടതും ഈ പുഴു അവനെ അളക്കാൻ തുടങ്ങി. നിനക്ക് സൗന്ദര്യമുണ്ടോ? നിനക്ക് വലിപ്പമുണ്ടോ? നിന്റെ ചെറുകൾക്കൊന്നും ഒരു ഭംഗിയുമില്ലല്ലോ. നിന്നെ ആരാണ് ഇഷ്ടപ്പെടുന്നത്? നിന്നെ ഈ കാട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, ആർക്കും നിന്നെ താല്പര്യമുണ്ടാവില്ല. നീ വന്ന വഴിക്ക് തന്നെ തിരികെ പൊക്കോളൂ, അതാണ് നിനക്ക് നല്ലത്. നിന്നെപ്പോലെ കഴിവും ഗുണവുമില്ലാത്തവരെ ഈ കാട്ടിൽ വേണ്ട. വാനമ്പാടി ഒന്നും മിണ്ടിയില്ല. വാനമ്പാടി ആ കൊമ്പിലിരുന്ന് മെല്ലെ മെല്ലെ പാടുവാൻ തുടങ്ങി. ആ സ്വർഗീയ സംഗീതം ആ വനം മുഴുവൻ അലയടിച്ചു. മൃഗങ്ങളെല്ലാം ഓടി വന്ന് ഈ വാനമ്പാടിക്ക് ചുറ്റും കൂടി. പ്രിയപ്പെട്ടവരെ, പലരും നമ്മളെയും അളന്നിട്ടുണ്ടാവും. കഴിവില്ലാത്തതിൻ്റെ പേരിൽ, അറിവില്ല എന്നതിൻ്റെ പേരിൽ നമ്മുടെ ചുറ്റുമുള്ളവർ അളക്കുമ്പോൾ നാം അളവുകോലിൽ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഉള്ള കഴിവുകളിൽ ശ്രദ്ധിക്കുക. ആ കഴിവുകൾ നമ്മൾ ചുറ്റും പ്രസരിപ്പിക്കാൻ ശ്രമിക്കുക. അതിനെ കൂടുതൽ കൂടുതൽ മികവുറ്റതാക്കാൻ ശ്രമിക്കുക. ഈ ലോകം നമുക്ക് ചുറ്റും കൂടും.